നമസ്കാരം. കേരളത്തിൽ ഇന്നു നടന്ന മുഴുവൻ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രനാണെന്നുള്ള കാര്യം കേരള പോലീസ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ BJP നേതാക്കന്മാർക്കിടയിൽ തീവ്രത വളർത്തുന്ന രീതിയിലുള്ള ശോഭാ സുരേന്ദ്രന്റെ നീക്കങ്ങളാണ് ഇന്നത്തെ മുഴുവൻ ആക്രമണങ്ങൾക്കും കാരണമായിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് പിണറായി വിജയൻ തമ്മാടിയാണ്. പിണറായി വിജയൻ തമ്മാടിത്തരം കാണിച്ചാൽ ഞങ്ങളും തമ്മാടിത്തരം കൊണ്ട് നേരിടുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹർത്താലിന് ഒരു ദിവസം മുമ്പ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: തമ്മാടിത്തരം കൊണ്ട് ഞങ്ങൾ നേരിടുമെന്നുള്ളത്. ആ തമ്മാടിത്തരം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം സംഘപരിവാറിന്റെ ഈ അഴിഞ്ഞാട്ടത്തിന് കാരണം. അതായത് BJPയുടെ പ്രവർത്തകർക്ക്, സംഘപരിവാറിന്റെ മുഴുവൻ പ്രവർത്തകർക്ക് ഊർജം നൽകിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കാരണം ഈ സ്ത്രീയാണ് കേരളത്തിനെ കലാപഭൂമിയാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ സ്ത്രീ വായിൽ തോന്നിയതൊക്കെ ചാനൽ ചർച്ചകളിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും അപമാനിച്ചുകൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് പ്രവർത്തകർക്കിടയിലേക്ക് തീവ്രത വളർത്തുന്ന ഒരു സ്ത്രീ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രനെതിരെ വേണം കേരള പോലീസ് ഇന്ന് കേരളത്തിൽ നടന്ന മുഴുവൻ ആക്രമണങ്ങളുടെയും കേസുകൾ അല്ലെങ്കിൽ നടപടികൾ ശോഭാ സുരേന്ദ്രന്റെ മുന്നിലിട്ട് കൊടുക്കണം. ശോഭാ സുരേന്ദ്രനെ ആയിരിക്കണം ഈ മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം നൽകേണ്ടത്. അതിന് വ്യക്തമായ തെളിവുകൾ തന്നെയുണ്ട്. അതായത് ഇന്നലെ ഒരു വാർത്താ മാധ്യമങ്ങളോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾ തമ്മാടിത്തരം ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട്, തമ്മാടിത്തരം കൊണ്ട് തന്നെ ഞങ്ങൾ നേരിടും. ഈ തമ്മാടിത്തരം കൊണ്ട് ഇവർ നേരിട്ടത് CPMന്റെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ആളുകൾക്കപ്പുറത്ത് മറ്റുള്ള നിരപരാധികളായിട്ടുള്ള പൊതുജനങ്ങളെയാണ്, നിരപരാധികളായിട്ടുള്ള വ്യാപാരികളുടെ കടകളെയാണ്, കടക്കമ്പോളങ്ങളെയാണ്, നിരപരാധികളായിട്ടുള്ള യാത്രക്കാരായിട്ടുള്ള രോഗികളെയാണ്. കാസർഗോട്ട് യാത്രക്കാരായിട്ടുള്ള രോഗികളെ പോലും തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇതിനൊക്കെ കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു നേതൃത്വം, ഇത്രയും മോശപ്പെട്ട ഒരു നേതൃത്വം, ഇങ്ങനെ ഒരു നേതൃത്വത്തിന്റെ പരാമർശങ്ങളാണ് പ്രവർത്തകർക്കിടയിലേക്ക് തീവ്രത പറഞ്ഞു കൊടുത്ത് തീവ്രത നടപ്പിലാക്കി ആവേശത്തിലാക്കി പ്രവർത്തകരെ റോഡിൽ നിരത്തിക്കൊണ്ട് കല്ലെറിഞ്ഞ് പൊതുജനങ്ങളെ ഉപദ്രവിക്കാനുള്ള ഒരു നേതൃത്വം നൽകിയത് ശോഭാ സുരേന്ദ്രനാണ്. കേരള പോലീസ് ശോഭാ സുരേന്ദ്രനെതിരെ ആയിരിക്കണം ഈ മൊത്തം നഷ്ടപരിഹാരം ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ഈടാക്കാനുള്ള രീതിയിൽ കൊണ്ടുവരണം. മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനെതിരെ കോടതിയെ സമീപിക്കണം. ഈ മൊത്തം നഷ്ടപരിഹാരം ശോഭാ സുരേന്ദ്രനിൽ നിന്ന് വ്യാപാരികൾ വാങ്ങണം. അതായത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ശ്രീധരൻ പിള്ളയെ പോലും കടത്തിവെട്ടി, K സുരേന്ദ്രനെ പോലും കടത്തിവെട്ടിയാണ് ശോഭാ സുരേന്ദ്രന്റെ പരാമർശം വന്നിട്ടുള്ളത്. അതായത് തെമ്മാടിത്തരം കാണിച്ചുകൊള്ളാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നേതൃത്വങ്ങൾ തന്നെയാണ് BJPയെ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത്. സംഘപരിവാർ പ്രവർത്തകർക്ക് തീവ്രത വളർത്തിക്കൊടുത്തിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതൃത്വങ്ങൾ തന്നെയാണ്. പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടത്തി, പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഒരിടത്ത് പാത്തുമ്മ എന്ന സ്ത്രീ കുഴിഞ്ഞു വീണ് മരിച്ചു, ആംബുലൻസ് എത്തിയില്ല. ഇതിനൊക്കെ ആര് ഉത്തരം പറയും? ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അവരുടെ തന്നെ ഒരു പ്രവർത്തകരെ, BJPയുടെ ഒരു പ്രവർത്തകന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി. അത് ഹൃദയാഘാതം മൂലമെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രന്റെ മേലിലായിരിക്കണം മുഴുവൻ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.